വാഹനത്തിൻ്റെ മുൻപിൽ ആളെ ഇരുത്തി, ബോണറ്റിൽ ആളെ ഇരുത്തി, അതിന് പുറകിലായിട്ട് സൈഡിലും ആൾക്കാരെ ഇരുത്തി പോവുകയും അവിടുത്തെ വൈസ് പ്രിൻസിപ്പൽ അത് ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുന്ന സമയത്ത് അവർക്കും അപകടമുണ്ടാകുന്ന രീതിയിൽ വാഹനം മുൻപോട്ട് എടുക്കുന്നതായി മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ പേരിൽ ശക്തമായ നടപടി ഉണ്ടാവും. വാഹനങ്ങൾ പിടിച്ചെടുക്കുകയോ വല്ലതും ചെയ്യും? വാഹന ഉടമകൾക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ അവർ ഹാജരാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. എത്രത്തോളം വാഹനങ്ങൾ ഉണ്ടാവും? ഏകദേശം 40 വാഹനങ്ങളാണ് ആ രീതിയിൽ പെട്ടിട്ടുള്ളതെന്നാണ് മനസ്സിലാക്കുന്നത്. ഓരോന്നോരോന്നായിട്ട് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. 40ഓളം വാഹനങ്ങളാണ് ഈ RTO പിടിച്ചെടുക്കുമെന്നുള്ള കാര്യം ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ വാഹനങ്ങളിൽ കയറിയിരുന്നു, പുറത്തേക്ക് കയറിയിരുന്നു ബൈക്കുകളിൽ 3-4 പേരെ വെച്ചൊക്കെയാണ് ഇവർ ഈ വാഹന ഘോഷയാത്രയിൽ ഈ ആഘോഷം പരിപാടികളൊക്കെ നടത്തിയത്. എന്നാൽ ഇതിനെതിരെയാണ് ഇപ്പോൾ കർശന നിയമ നടപടികൾ സ്വീകരിക്കുന്നത്. ഈ വൈസ് പ്രിൻസിപ്പൽ ഇത് തടയാൻ ശ്രമിച്ചപ്പോഴാണ് വണ്ടി ഇടിപ്പിക്കാനായി ശ്രമിച്ചത്. തലനാരിഴയ്ക്കാണ് വൈസ് പ്രിൻസിപ്പൽ രക്ഷപ്പെട്ടത്. എന്തായാലും കർശന നിയമ നടപടിയുമായി എറണാകുളം എൻഫോഴ്സ്മെൻറ്റ് RTO രംഗത്തെത്തിയിരിക്കുകയാണ്. ഈ വണ്ടികളെല്ലാം തന്നെ പിടിച്ചെടുക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുകയാണ്.